ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആദ്യം തന്നെ ഒന്ന് എടുത്തു വെച്ചാൽ പെട്ടെന്ന് തന്നെ പടപടയെന്ന് നമുക്ക് കാര്യങ്ങൾ കഴിയും കേട്ടോ. ഇനി അടുപ്പത്തോട്ടൊരു കുക്കർ വയ്ക്കുക. ഞാനിപ്പോൾ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബട്ടർ വേണ്ടാത്തവർ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. അതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർക്കുക. കുറച്ച് സവാള ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ 2-3 പച്ചമുളകാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ കുറച്ചധികം ബീൻസും 1 ക്യാരറ്റിൻ്റെ പകുതിയും ചേർത്ത് കൊടുക്കുക. ബീൻസ് ഞാനൊരു 4 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ടാണ് എല്ലാം കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വെജീസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ 200 ഗ്രാം അളവിൽ മഷ്റൂമാണിത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി മഷ്റൂമും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സോസുകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ. കാരണം നമ്മൾ ഈ സോസ് ചേർക്കുമ്പോൾ അതിലെല്ലാം ഉപ്പുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടെ തന്നെ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസും കൂടി ചേർക്കുവാണ്. അപ്പോൾ ആ സോസുകളെല്ലാം ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ബസ്മതി റൈസ് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നത് ആ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ പ്രൊപ്പോർഷൻ. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് അരമണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള 1 കപ്പ് അരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പും എരിവും എല്ലാം പാകത്തിനുണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെന്നുണ്ടെങ്കിൽ കുക്കർ മൂടി വെച്ച് 2 വിസിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ടാമത്തെ വിസിൽ മീഡിയം ഫ്ലെയിമിലും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും. അപ്പോൾ വിസിലെല്ലാം പോയി പ്രഷറെല്ലാം റിലീസായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തുറന്ന് നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള മഷ്റൂം റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ റൈത്തയുടെ കൂടിയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ റൈത്തയുടെ ഒന്നും ആവശ്യമില്ല, ചുമ്മാ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്യുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്.